യെസ്, വിലാപയാത്ര തുടരുകയാണ്. എല്ലായിടത്തും ഈ വിലാപയാത്രയ്ക്കൊടുവിൽ എത്തിച്ചേരേണ്ടത് വേലിക്കകത്ത വീട്ടിലാണ് ആലപ്പുഴയിലെ. അവിടെ ജനസഹസ്രങ്ങൾ കാത്തുനിൽക്കുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ ഉയർച്ച താഴ്ചകൾക്കും സങ്കടത്തിനും സന്തോഷത്തിനും അദ്ദേഹത്തിന്റെ വളരെ കഠിനമാർന്ന ബാല്യകാലത്തിനുമൊക്കെ വേദിയായ ആ വീടാണ്. ആ വീട് ഒരുപാട് കാലം രാഷ്ട്രീയ കേരളത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രം ആയിരുന്നു. ഇന്നിപ്പോൾ ഒരിക്കൽ കൂടി അത് രാഷ്ട്രീയ കേരളത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാവുകയാണത്. VS-ന് അന്തിമ യാത്രയൊരുക്കുന്ന തിരക്കിലാണ് ആ വീട്. അവിടെ ഒരുപാട് ആളുകൾ, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇന്നലെ രാത്രിയോടെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടേക്ക് ഇനി VS-ന്റെ വിലാപയാത്ര എത്തേണ്ടതുണ്ട്. അവിടെ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിക്കും. തുടർന്ന് പൊതുദർശനം ഉണ്ടാകും. അവിടെ പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കുമായിരിക്കും പൊതുദർശനം. പിന്നീട് ജനങ്ങൾക്കുള്ള പൊതുദർശനം റിക്രിയേഷൻ ഹാളിലും ഉണ്ടാകും. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഒരുക്കങ്ങൾ അവിടെ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ആളുകളുടെ അണമുറിയാത്ത സ്നേഹപ്രവാഹത്തെ മറികടക്കാതെ VS-ന് അവിടേക്കൊന്നും എത്തിച്ചേരാൻ കഴിയില്ല. ആ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി ആ സ്നേഹപ്രവാഹത്തിൽ അലിഞ്ഞ് അദ്ദേഹം വരികയാണ്. നേരത്തെ സൈഫ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് VS-നെ കാണാൻ ഇത്രയും ആളുകൾ എത്തിയിട്ടില്ലെങ്കിലാണ് അത്ഭുതം. അദ്ദേഹത്തിനെ കാണാൻ ഇത്രയും ആളുകൾ എത്തി എന്നുള്ളത് അത്ഭുതമല്ല. കാരണം വേറെ ആരെ കാണാനാണ് ജനങ്ങൾ ഇങ്ങനെ തിരക്കുക? വേറെ ആരാണ് അവരുടെ ഹൃദയത്തിൽ ഇത്രയും സ്ഥാനമുള്ളത്? വേറെ ആർക്കാണ് അവരുടെ ഹൃദയം പകുത്ത് നൽകിയത് എന്ന് ചോദിച്ചാൽ അത് VS-നല്ലാതെ മറ്റാർക്കാണ് എന്നുകൂടെ പറയേണ്ടി വരും. സേഫ്, നേരത്തെ നമ്മൾ കണ്ടു, ആളുകൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, അതിന് ക്ഷീണമൊക്കെ ഉണ്ട്, പക്ഷെ പിൻവാങ്ങുന്നില്ല. എത്ര മണിയായാലും ശരി VS-നെ കാണണം, ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവാണ്, അത് കാണണം, അതിന് ഞങ്ങൾ കാത്തുവെച്ച റോസാ പുഷ്പങ്ങളുണ്ട്, അത് വാടിയാലും അത് അർപ്പിച്ചേ പോകൂ എന്ന് പറയുന്ന ആളുകളെ നമ്മൾ കാണുകയാണ്. വളരെ വികാര നിർഭരമായ ഒരു യാത്രയയപ്പ് നേടി ഈ മനുഷ്യനങ്ങനെ നമ്മളെ വീണ്ടും വിസ്മയിപ്പിക്കുകയാണ്. അതെ, VS എന്ന വിസ്മയം 102ാമത്തെ വയസ്സിലും ആ വിസ്മയം ഇങ്ങനെ തുടരുകയാണ്. ഇപ്പോൾ നമ്മുടെ ക്യാമറമാൻ സാദിഖ് ഒരു ഫ്രെയിമിൽ ചിലപ്പോൾ ഈ ഇവിടെ കൂടി നിൽക്കുന്ന ജനങ്ങളുടെ വിഷ്വൽസ് ഒരു ഫ്രെയിമിൽ ചിലപ്പോൾ വൈഡായിട്ട് കാണിക്കാൻ പറ്റിയെന്ന് വരില്ല ജിൻസി. കാരണം ഇതിങ്ങനെ പോവുകയാണ്, ഈ ക്യൂ ഇങ്ങനെ പോവുകയാണ്. എവിടെ പോയി അവസാനിക്കുന്നതൊന്നും ഞാനും പോയി നോക്കിയിട്ടില്ല. പക്ഷേ നമുക്കൊരു പരിധിക്കപ്പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വരിക എന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ക്യാമറ ഉയർത്തി അങ്ങനൊരു വിഷ്വൽസ് കാണിക്കുന്നത്. ഇത് ഈ DC ഓഫീസിന് മുന്നിലാണ്. ഇവിടെ എപ്പം ബോഡി എത്തും, അല്ലെ വിലാപയാത്ര എത്തും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. പക്ഷേ VS-നെ കാണാൻ വേണ്ടിയാണ് ആൾക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത്. എവിടെ നിന്നാ? ഇവിടെ ഉള്ള ആളാണോ? ഇന്നലെ തിരിച്ചു VS അത്രയും സ്നേഹം. ഞാളെ ശരിക്കും കരള. അതെ, അതാണ്. ആഹാരമൊക്കെ കാലത്തോടെ റൂമെടുത്ത് താമസിച്ചു. വരാൻ കുറച്ച് വൈകും, എങ്കിലും കുഴപ്പമില്ല. കണ്ടിട്ടേ മടങ്ങും. അത്ര കണ്ടിട്ടേ നമ്മൾ ഇത്രയും മെനക്കെട്ട് വന്ന് തിന്നു. ഇപ്പം കാണാനല്ലോ, അതല്ല നമ്മളെ. കൊയിലാണ്ടി ഒന്നിച്ച് വന്നത് 16 ആളുണ്ട്. 16 ആൾ വന്നു.